ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമായിരിക്കുന്നു അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹാപ്പിയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു സ്റ്റെക്കേഷൻ വയനാട് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങലാന്ന് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, തലേന്ന് പ്ലാൻ ചെയ്തിട്ട് പിറ്റേന്ന് പോക്കില്ല. അത് നമ്മളെ കാര്യത്തിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന കേട്ടോ. നേരത്തെ അധികം പ്ലാൻ ചെയ്യലുണ്ട്, പക്ഷേ ഇതിപ്പം എന്തെല്ലോ തിരക്കൊക്കെ ഇനി ഒരുപാട് കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ദിവസത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 10:30 ആയിട്ടാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. 10 മണിയാണ് പ്ലാൻ ചെയ്തത്, 10:30 ആയിന്. അതെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ 10-20 മിനിറ്റ് അങ്ങനെ ഡിലേ ആവും. മിക്കവാറും എന്നെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഡിലേ ആവൽ. എത്ര നേരത്തെ ഒരുങ്ങി ഇറങ്ങിയാലും ലാസ്റ്റ് ടൈം എന്തെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് ഇതടച്ചിട്ടില്ലേ ക്ലോസ് ചെയ്തിട്ടില്ലേ എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി കളിക്കും. അത് എന്നെ എന്തായാലും ഇറങ്ങാൻ നേരം എനിക്ക് എല്ലാവരെയും ഇന്ന് 2 ചീത്ത കിട്ടി കഴിഞ്ഞാലേ വണ്ടി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ 10:30 ആയിട്ടുണ്ടായിന്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് നാട്ടിലെവിടെയാണെന്നുള്ളത്. ഞാൻ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ പയ്യന്നൂർ പിലാത്ര എന്നൊക്കെ കേൾക്കലുണ്ട്, പഴയങ്ങാടി ആ ഒരു ഭാഗത്താണ്. മണ്ടൂർ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് വയനാടേക്ക് ഒരു 3.5-4 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിൽ കോഫി ഹൗസ് എന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ണൂർ അടിപൊളി റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു കണ്ണൂർ എത്തുന്ന ടൈം ലഞ്ചിൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് എന്തായാലും കഴിക്കാൻ കഴിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപാടല്ലേ. അപ്പോൾ പിന്നെ കണ്ണൂർ കഴിഞ്ഞ് വയനാടേക്കുള്ള റോഡിൽ അടിപൊളി റെസ്റ്റോറൻ്റ് ഒന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉള്ളത് നൈസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ റീനോവേഷൻ ആയതുകൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഈ ഒരു കോഫി ഹൗസ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ലഞ്ച് കഴിച്ച് പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോയി. ഈ ഒരു കോഫി ഹൗസിന് ഒരു 50 മിനിറ്റ് 1 hour ഉള്ളൂ ഇവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മോറിക്യാപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. വയനാട് പോവാൻ നല്ലൊരു റിസോർട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പണിയുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എവിടെ നോക്കിയാലും റിസോർട്ടാണ്, എല്ലാം അടിപൊളി റിസോർട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുമുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് എപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ ഒരു മോറിക്യാപ്പ് റിസോർട്ട്. ചില സമയങ്ങളിൽ നോക്കുമ്പോൾ റൂം അവൈലബിൾ ആയിരിക്കില്ല, അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊരു മാറ്റി വെച്ചൊരു സംഭവമാണ്. ഇപ്രാവശ്യം വിചാരിച്ച എന്തായാലും മോറിക്യാപ്പിലേക്ക് തന്നെ പോവാം. ഇതും നമ്മൾ തലേന്നാണ് ബുക്ക് ചെയ്തത്, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു റൂം എടുക്കുക ചെയ്തത്. പിന്നെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ മോറിക്യാപ്പിലേക്ക് തന്നെ പോകാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി. ഓരോ ആക്ടിവിറ്റീസിനും ഓക്കെ. നമ്മൾ ഇന്ന് 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ റൂം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ല ബാൽക്കണി ഉണ്ട്, ബാത്റൂമൊക്കെ അടിപൊളിയാണ്, നല്ല റൂമും എല്ലാം സെറ്റപ്പെല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ ബാൽക്കണീൻ്റെ വിൻഡോ ഇങ്ങനെ അവർ പറഞ്ഞിരുന്നു, വിൻഡോ നമ്മൾ ആളില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കണം, മങ്കി ഉള്ളതുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുട്ടികളെ റൂമൊന്ന് കണ്ട്, അപ്പോൾ അവിടെ അവരുടെ സാധനങ്ങൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ റൂമിലേക്ക് പോക്കാന്ന് കേട്ടോ. ഇതിപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ, അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ഇത് സൂട്ട് റൂമാണ് കേട്ടോ. അപ്പം ഈ ഒരു റൂമും ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളിതാ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് എല്ലാം ആയതിനു ശേഷം ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങലാന്ന് കേട്ടോ. ഇതിൻ്റെ ചുറ്റുപാടെല്ലാം ഒന്ന് കാണേണ്ട, ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇനി. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ കുട്ടികൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ് പോയത്, പൂളിലേക്കാണ് കേട്ടോ. സ്വിമ്മിങ് പൂളും നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കുള്ള ചെറിയൊരു പൂളും ഉണ്ട്, പിന്നെ വലിയൊരു പൂളും ഉണ്ട്. അപ്പം അങ്ങനെ
പിന്നെ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസിൽ നമുക്ക് കിട്ടിയ ഒരു വില്ലൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അത്ര വരുന്നത്. ഈ പൂളും അടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടർഫൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വന്ന് കളിക്കാനൊക്കെ കുറച്ച് ടീമെല്ലായിട്ട് വരുമ്പം നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി സോൺ ഉണ്ട്. അപ്പോൾ അതും കുട്ടികൾക്കും വലിയവർക്കും ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്. പിന്നെ എല്ലാം ക്യാരംസ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ, എക്സ് ബോക്സ്, പ്ലേ സ്റ്റേഷൻ ഗെയിം വരെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. വെറുതെ അല്ലാട്ടോ ഇവർ വിൻഡോയും ബാൽക്കണിയൊക്കെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞത്. മങ്കിൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഇതിപ്പം ഓപ്പൺ ആണെങ്കിൽ എന്തായാലും അവരകത്തേക്ക് കയറുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളിൽ ഈ റിസപ്ഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. മറ്റെന്താ റോക്ക് ക്ലൈമ്പിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈൻ, അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വെച്ചാൽ ഒന്നിൽ കയറിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് പൊതുവേ പേടിയാണ് കുട്ടികൾ കയറുമ്പോൾ ഒക്കെ ആകുമ്പം എന്തായാലും നമ്മളിങ്ങനെ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസ്സിലൊരു ഭയങ്കര ബേജാറാണ്. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഇതിപ്പം കയറുന്നതാണെങ്കിൽ പെർ ഹെഡ് 300 റുപ്പീസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ചാർജസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഇറങ്ങി. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചായൻ്റെ ടൈം ആയിന് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ചായയും കൂടെ, ഇതൊക്കെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ചായ, സ്നാക്ക്, പിന്നെ അതുപോലെ തന്നെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ ഈ ഒരു പാക്കേജിൽ അവൈലബിൾ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ചായയും കൂടെ കുടിച്ച് നല്ല അടിപൊളി പഴംപൊരിയും നല്ല സൂപ്പർ കട്ട്ലറ്റും വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് പിന്നെ ചായയുടെയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോയി പൂളിലേക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങനെ പൂളിലേക്ക് ഇറങ്ങലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ടൈമിങ് വരുന്നത് എനിക്ക് തോന്നുന്നു 9 to 8 എങ്ങാനോ വരുന്നത്. അപ്പോൾ ഡിന്നറിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് പൂളിലെ കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പൂളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. പിന്നെ പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും റൂമിൽ വന്ന് കുളിച്ചൊന്ന് ഫ്രഷായി ഒരു 8 മണിയെല്ലാകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിട്ട്. ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മഴ ആയതുകൊണ്ട് അതൊക്കെ അകത്താണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. മഴയില്ലെങ്കിൽ പുറത്താണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇൻഡോറായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ പിന്നെ ഇതാ ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യം പറയാമെന്നുണ്ടല്ല, അടിപൊളി ഫുഡാണ്. ഒരുപാട് ഐറ്റംസും ഉണ്ട്. അതിലുപരി എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ്. കാരണം ഹസ്ബൻഡിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായി. നമുക്ക് ഒന്നുപോലും ഒരു ഫുഡിനെ പോലും ഒരു കുറവ് പറയാനോ ടേസ്റ്റ് ഇല്ല എന്ന് പറയാനോ ഒന്നും തോന്നില്ല. കാരണം എല്ലാ ഐറ്റംസും സൂപ്പറായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അത്ര അടിപൊളി ഫുഡായിരുന്നു ഉണ്ടായത്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ റൂമിൽ നിന്ന് തന്നെ ഒന്ന് സുലൈമാനിയിൽ ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ കെറ്റിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റൂമിൽ നിന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് മറിച്ചതിന് ശേഷം ബാക്കി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ചായയിൽ ഉണ്ടാക്കി കുടിക്കലാണ്. പിന്നില്ല, ഞാൻ പണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പേ ആണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാട് വൈത്തിരിയിൽ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം തുടക്കം. ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയെടുത്താണ്. കാരണം ആ സമയത്ത് ഇങ്ങനെ വോയിസ് കൊടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഭയങ്കര അടിപൊളി എന്നല്ല പറയുന്നത്. ആ സമയം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, അന്നേരം ഇങ്ങനെ ആ ഒരു വൈത്തിരിയിൽ വന്നപ്പം ഞാനിങ്ങനെ എന്താ പറയേണ്ടതെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് പറഞ്ഞ് നീ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ച് പറഞ്ഞ പോലെയാണ് ഞാൻ അന്നേരം വോയിസ് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരുത്താണ്. കാരണം അതിന് അത്യാവശ്യം പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. റിസോർട്ടിൻ്റെയൊക്കെ വീഡിയോ ആയതുകൊണ്ട്
പിന്നെ പിന്നെ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ചിരി വരാനൊക്കെ തുടങ്ങി. അത്രയും വെക്കൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനെ പ്രൈവറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കെപ്പോൾ വയനാട് വരുമ്പം ആ ഒരു കാര്യം ഓർമ്മയെടുത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എല്ലാം മുക്കും മൂലയും അരിച്ച് പറക്കി വീഡിയോ, ആ സമയത്ത് അങ്ങനെ എന്താ പറയുക എല്ലാം കാണിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ കൂടുതൽ അറിയൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ എല്ലാം എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. പിന്നെ പിന്നെ കാണുമ്പോൾ ഭയങ്കര ചിരി വരുത്താന്ന് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോഴായാലും ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ചായയെല്ലാം കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇല്ലേ, ഇത് കുട്ടികളുടെ റൂമിലേക്ക് രാവിലെ തന്നെ 2 ഗസ്റ്റ് വന്നതാണ് കേട്ടോ. ഇവർ വിൻഡോ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്തായാലും നല്ലതായി. കാരണം നമ്മളെന്തായാലും ബാൽക്കണിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അടിപൊളിയായിട്ട് കേട്ടോ. നമ്മൾ താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിട്ടില്ല. ഇവരുടെ അടുത്ത് രാവിലെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസമായി എന്ന് പറഞ്ഞിട്ടാണ്. അവർ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല കേട്ടോ. 7:30 to 10 o'clock വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിങ് വരുന്നത്. അപ്പം അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഐറ്റംസ് നമ്മൾ എന്താ പറയുക, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണോ വേണ്ടത്, നമ്മൾ എന്തെല്ലാമാണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഐറ്റംസിൻ്റെ എണ്ണം മാത്രമല്ല കേട്ടോ, ഇവരുടെ ടേസ്റ്റാണ് ഏറ്റവും പ്രധാനം. കാരണം അത്രയും ടേസ്റ്റുള്ള ഫുഡ്, ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എല്ലാം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഫുഡാണ്. എന്താ പറയുക ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കൂലേ ചിലവർ. റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുമ്പം നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കും. കാരണം നല്ലൊരു റേറ്റൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡും കൂടി എന്തായാലും അടിപൊളിയായിരിക്കണമല്ലോ. അവിടുത്തെ സ്റ്റേ എല്ലാം, ഇപ്പം റൂമായാലും ഫുഡായാലും എല്ലാം നമുക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോറിക്യാപ്പ് റിസോർട്ടിലേക്ക് വരുമ്പം ഇവിടുത്തെ ഫുഡും റൂമും എല്ലാം അടിപൊളിയാണ് കേട്ടോ. സ്പെഷ്യലി ഫുഡ് സൂപ്പറാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് റൂമിലേക്ക് വന്ന് ഇനിയിപ്പോൾ അടുത്തത് ഫ്രഷ് ആവലും എല്ലാം ഒന്ന് പാക്ക് ചെയ്യലും വന്നിട്ട് അത് കുറച്ച് പണിയിലെ കാര്യം. പണിയെന്നല്ല, എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ, എന്തെങ്കിലും മറന്നു പോയിനോ എന്നുള്ള ഒരു 100 കൂട്ടം ചിന്ത ഇപ്പോൾ വരുന്നൊരു കാര്യമാണ് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കലാണ്. ആദ്യം ഒന്ന് വന്ന പാടന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് എടുത്ത് വെച്ച്, പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പാക്കിങ്ങെല്ലാം തീർത്ത് 11 മണിക്കാണ് കേട്ടോ ചെക്ക് ഔട്ട് ടൈമിംഗ് ഉള്ളത്. അപ്പം അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മളെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച ശേഷം കുട്ടികളുടെ റൂമിലേക്ക് പോയി അവരെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അവരെന്തെങ്കിലും വെച്ച് മറന്നില്ലെങ്കിലോ എന്നല്ല വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങലാണ്. ഇതാ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ തിരിച്ച് പോക്കാന്ന് കേട്ടോ. നേരെ വീട്ടിലേക്ക് തന്നെയാണ്. വയനാട് മറ്റുള്ള കറക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.